ഹലോ ഗായ്സ്, ഇതാണ് നമുക്ക് കിട്ടിയ എല്ലാ സാധനങ്ങളും. നമുക്കതിനെ ആ ചട്ടിക്കകത്തേക്ക് മാറ്റാം. നമ്മളിതിനെ പുളിമുളക് ഇടാനാണ് പോകുന്നത്. പൊരിക്കണം അല്ലെങ്കിൽ പുളിമുളക് നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് കിട്ടിയത്. നമുക്ക് ഇതിന് വൃത്തിയാക്കി എടുക്കണം. ഇതിനെ മുറിച്ച്, പക്ഷേ ഇനി തലയൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ. വാലും മാച്ച് കുറേ ചെകിളിയൊക്കെ കളഞ്ഞതേ ഉള്ളൂ. ഇനി കഴുകിയിട്ട് നമ്മൾ പൊരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഉപ്പിട്ട് പെരക്കിയിട്ട് കഴുകുകയാണ്. ഇതിൻ്റെ ഉളുമ്പ് ചോവയൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉപ്പിട്ടൊക്കെ കഴുകുന്നത്. ഞാൻ അതിൻ്റെ അകത്ത് കുരുമുളകും വെളുത്തുള്ളിയും ചതച്ചിട്ടിട്ടുണ്ട്. ആദ്യം നമ്മൾ പാകത്തിന് മുളക് പൊടി ഇടുവാണ്. അതിനുശേഷം മഞ്ഞൾപ്പൊടി ഇടുവാണ്. ഇനി എണ്ണ ഒഴിച്ചിട്ട് നല്ലപോലെ പെരക്കും. ഇനി ഉപ്പും കൂടെ ഇടുന്നുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ. ഉപ്പ് കുറച്ചും കൂടി ഇട്. രണ്ടിനും നമ്മൾ കെട്ടിത്തൂക്കിന് ഉണക്കാൻ പോവുകയാണ്. അതെങ്ങനെയാണെന്ന് എനിക്കറിയാം, നമുക്ക് നോക്കാം. ഉപ്പിടുവാണ്. പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി. ഇത് എത്ര ദിവസം വരെ വെക്കാം? ഓക്കെ, നമ്മൾ ഒരു 2, 3, 5, 6 ദിവസം കഴിയുമ്പോൾ നമ്മൾ പൊരിക്കും. നമ്മൾ കറി വെക്കും അല്ലേ? നമ്മളിങ്ങനെ അടുപ്പിൻ്റെ മണ്ടക്കാണ് ഇതാക്കുന്നത്. അപ്പോൾ ഇവിടെ തീ കത്തുമ്പോൾ ഇവിടെ വേഗം കത്തി വെന്തോളും. അത് നല്ല ഫ്രഷായിട്ട് ഇരുന്നോളും. നമ്മൾ തീ കുറച്ച് വെച്ച് ഒരു പേരിടാനോ. നമ്മളിപ്പോൾ മൊത്തം ഇട്ടിട്ടുണ്ട്. ഇനി ഇത് പൊരിയുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇനി മീനെ പൊരിച്ചിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അടിപൊളിയാണ്. വേകുമ്പോൾ ഇങ്ങനെ മറിച്ചിലിട്ട് കൊടുക്കണം. ഇപ്പോൾ മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഞാൻ പകുതി മറിച്ചിട്ട്, ഇതൊന്നും മറിച്ചിട്ടായിട്ടില്ലടാ. നമ്മുടെ മീൻ പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു ഗൈസ്.